ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, നിലവിൽ ആഭ്യന്തര വകുപ്പ് ഒരു പ്രതിസന്ധിയിൽ തന്നെയാണ് പോകുന്നത്. പ്രത്യേകിച്ചും പോലീസിന് കൃത്യമായ രീതിയിലുള്ള ഫണ്ട് കിട്ടുന്നില്ല, പെട്രോൾ അടിക്കാൻ പോലും പണമില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രതിസന്ധിക്ക് ശരിക്കുമുള്ള ഒരു കാരണം തന്നെ സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള കെടുകാര്യസ്ഥത തന്നെയല്ലേ? സ്വാഭാവികമായിട്ട് ഇതുപോലുള്ള തീരുമാനങ്ങൾ വന്നാൽ അതിന്റെ കോൺസിക്വന്റ് ആയിട്ടുള്ള റിസൾട്ട് എന്ന് പറയാൻ ലോ ആൻഡ് ഓർഡർ തകർച്ച തന്നെയാണ്. കാരണം പോലീസിന് മൂവ് ചെയ്യാൻ പറ്റാതെ വരുന്നു, അവർക്ക് ആവശ്യമായിട്ടുള്ള ചെലവ് നടത്താൻ കഴിയാതെ വരുന്നു. ഇങ്ങനെയുള്ള സ്ഥിതി വന്നു കഴിയുമ്പോൾ ഒന്നുകിൽ സ്ഥലത്തെ പ്രമാണിമാരും കുബേരന്മാരായിട്ടുള്ള ആളുകളുടെ സഹായത്തിന് വേണ്ടി പോലീസ് കൈനീട്ടേണ്ടി വരും. അതല്ലെന്നുവരെങ്കിൽ നിശ്ചലമായി അവരുടെ ബാരക്കിൽ ഇരിക്കേണ്ടി വരും. രണ്ടിലേതായാലും ലോ ആൻഡ് ഓർഡറിന്റെ തകർച്ചയിലേ അത് ഒന്ന് കലാശിക്കും. അതുകൊണ്ട് പോലീസിന് ഒരു നിയമപരമായി പോകത്തക്ക വിധത്തിൽ നിർബന്ധിക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യണം. പക്ഷെ ദൗർഭാഗ്യവശാൽ പോലീസിന്റെ അവരുടെ ബജറ്റ് അനുസരിച്ചുള്ള തുക പോലും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാതി. അതുകൊണ്ട് അവര് പെട്രോൾ അടിക്കാൻ നിവൃത്തിയില്ലാതെ കൊണ്ട് പലരിൽ നിന്ന് സഹായം തേടിയാണ് ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അൺഒഫീഷ്യലായിട്ട് നമ്മളുടെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അത് ഒരു സംസ്ഥാനത്തിന്റെ വളരെ വിഷമിച്ച ഒരു കാലാവസ്ഥയാണ്, വളരെ ദുർബലമായ ഒരു കാലാവസ്ഥയാണ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, നമുക്കറിയാം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയും കൃത്യമായി സുരക്ഷ ഒരുക്കേണ്ട ഒരു കാര്യം എടുത്തു പറയേണ്ടതാണ്. അത്തരത്തിലാണ് പോലീസിന്റെ ഈ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ട് പോലും സംസ്ഥാന സർക്കാർ വകമാറ്റി ചെലവഴിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഈ ഒരു പോലീസിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് മറ്റൊരു കാരണമാവുകയാണ്. എങ്ങനെ നോക്കിക്കാണും? സംഗതി ശരിയാണ്. കാരണം ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രെങ്തനിങ്ങിന് വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹോം ഡിപ്പാർട്ട്മെന്റ് പണം കൊടുക്കുന്നുണ്ട്. അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രെങ്തനിങ്ങിന് വേണ്ടിയാണ്. അത് അവരുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ബജറ്റിൽപ്പെട്ട തുക തന്നെയാണ് വരുന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ അത് നമുക്ക് കിട്ടാറില്ല. മാച്ചിങ് ഗ്രാന്റ് എന്നുള്ള നിലയ്ക്ക് കേന്ദ്ര ഗവൺമെന്റ് പണം കൊടുക്കും, സംസ്ഥാനത്തെ ഗവൺമെന്റ് അതിന് മാറ്റി ചെയ്യുന്ന തുക അവർ ആദ്യമായിട്ട് അടയ്ക്കേണ്ടി വരും. അപ്പൊ ഈ രണ്ട് രൂപത്തിലുള്ള സഹായം നമുക്ക് കിട്ടണമെങ്കിൽ സംസ്ഥാനത്തെ ഗവൺമെന്റ് തന്നെ ആ കാര്യത്തിന് ഒരു ഗൗരവ ബുദ്ധിയോട് കൂടിയ സമീപനമെടുക്കണം. അതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട പ്രശ്നം.